ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം. ദൈവവചനം ഒരുമിച്ച് പഠിക്കാനും ധ്യാനിക്കാനുമുള്ള ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായും. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് അതിന്റെ 4-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. കായന്റെയും ഹാബേലിന്റെയും കഥ, ആദ്യത്തെ സഹോദരങ്ങൾ. അതെ, ഈ ഒരു അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാപം, പിന്നെ അസൂയ, ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു, അവന്റെ കരുണ, സഹോദര ബന്ധത്തിന്റെയൊക്കെ പ്രാധാന്യം, അങ്ങനെ പലതും. ശരിയാണ്, ശരിക്കും ഹൃദയത്തിൽ തൊടുന്നൊരു ഭാഗം തന്നെയാണത്. അതെ. അധ്യായം തുടങ്ങുന്നത് ഒരു സന്തോഷവാർത്തയോടെയാണ്, അല്ലേ? ആദാമും ഹവ്വയും, അവർക്ക് കായൻ ജനിക്കുന്നു. ഹവ്വ പറയുന്നൊരു വാചകമുണ്ട്, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന്. അതിലൊരു വലിയ പ്രതീക്ഷയുണ്ട്. അതെ, ആ വീഴ്ചയ്ക്ക് ശേഷവും ജീവൻ തുടരുന്നു എന്നൊരു സന്തോഷം. ശരിയാണ്. തൊട്ടു പിന്നാലെ ഹാബേലും ജനിച്ചു. കായൻ കൃഷിക്കാരനായി, ഹാബേൽ ആട്ടിടയനും. അതെ, ആട്ടിടയനുമായി. രണ്ടുപേരും അധ്വാനിക്കുന്നു, അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വ്യത്യസ്ത ജോലികൾ, ഒരുപക്ഷെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, എന്നാലും ഒരേ മാതാപിതാക്കൾ. എന്നാൽ കാര്യങ്ങൾ മാറുന്നത് അവരുടെ ആ വഴിപാടുകളുടെ സമയത്താണ്. അതാണ് നിർണായകമായത്. കായൻ നിലത്തെ ഫലങ്ങളിൽ നിന്നും, ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ ആദ്യജാതന്മാരിൽ ഏറ്റവും നല്ലതിനെ തന്നെ കൊടുത്തു. രണ്ടുപേരും കാഴ്ചയർപ്പിച്ചു. പക്ഷേ ഫലം ഒന്നായിരുന്നില്ല. ദൈവം ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചു. പക്ഷേ കായനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? ഒരുപാട് ചിന്തകളുണ്ടതിനെപ്പറ്റി. അതെ, ചിലർ പറയും ഹൃദയത്തിന്റെ അവസ്ഥ, ചിലർ പറയും വഴിപാടിന്റെ രീതി. കാരണം എന്തു തന്നെയായാലും ആ തിരസ്കാരം കായനെ വല്ലാതെ ബാധിച്ചു. അവന്റെ മുഖം വാടി, കോപം വന്നു. ശരിയാണ്. ഇത് നമുക്കും ചിന്തിക്കാവുന്ന ഒന്നാണല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു അംഗീകാരം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ഉള്ള ഒരു വേദന. ശരിയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ദൈവം കായനെ അവിടെ വിട്ടുകളയുന്നില്ല എന്നതാണ്. അതെ, അവനോട് നേരിട്ട് ചോദിക്കുന്നു, നീ എന്തിനാ കോപിക്കുന്നത്? നിന്റെ മുഖം വാടുന്നതെന്ത്? അവനെ എഴുതി തള്ളുകയല്ല, അവന്റെ അടുത്തേക്ക് വരികയാണ്. അവന്റെ അവസ്ഥ മനസ്സിലാക്കി ഇടപെടുന്നു. എന്നിട്ട് ശക്തമായൊരു മുന്നറിയിപ്പും ഒരവസരവും കൊടുക്കുകയാണ്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലേ? അതെ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാവം വാതിൽക്കൽ കിടക്കുന്നു. എന്താ പറയാ, ഒരു വേട്ടമൃഗത്തെ പോലെ. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കേണം. ആ ഒരു തെരഞ്ഞെടുപ്പ്. പാപം പുറത്തുണ്ട്, പക്ഷെ അതിനെ ജയിക്കാനുള്ള കഴിവ്, ആ ഉത്തരവാദിത്വം നിനക്കാണ് എന്ന് ദൈവം പറയുകയാണ്. ശരിയാണ്. ഇത് നമുക്കോരോരുത്തർക്കുമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്, അല്ലേ? തീർച്ചയായും. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, കായൻ ആ വാക്ക് കേട്ടില്ല. ഇല്ല. ഉള്ളിലെ ആ അസൂയ, ആ കോപം, അതവനെ കീഴടക്കി. സ്വന്തം സഹോദരനെ, ഹാബേലിനെ, വയലിൽ വെച്ച് ചതിയിലൂടെ കൊല്ലുകയാണ്. സ്നേഹിക്കേണ്ട സഹോദരനെ. മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം. അസൂയയ്ക്ക് എത്രമാത്രം വിനാശം വിതയ്ക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ദൈവം വീണ്ടും വരുന്നു, എന്നിട്ട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ ഹാബേലെവിടെ? അപ്പോഴത്തെ കായന്റെ മറുപടി അതും ശ്രദ്ധേയമാണ്. ഞാൻ അറിയില്ല, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? ആ ചോദ്യം, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ, അതിന്നും നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണോ, അതോ മാറി നിൽക്കുകയാണോ? ദൈവം അപ്പ പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നെ നോക്കി നിലവിളിക്കുന്നു. പാപം ഒളിച്ചുവെക്കാൻ പറ്റില്ല, അതിന്റെ നിലവിളി ദൈവത്തിന്റെ അടുത്തെത്തും. ശിക്ഷയായിട്ട് കായൻ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവനാകും എന്ന് ദൈവം വിധിച്ചു. അവന്റെ ഉപജീവന മാർഗം തന്നെ ഇല്ലാതായി. അപ്പൊ കായൻ നിലവിളിക്കുന്നുണ്ട്, എന്റെ കുറ്റം പൊറുക്കാവുന്നതിലും വലുതാണ്. ആ ഒരു നിരാശ, ഭയമൊക്കെ നമുക്കവിടെ കാണാം. ശരിയാണ്. എന്നാൽ അവിടെയും തീരുന്നില്ല ദൈവത്തിന്റെ ആ ഒരു കരുണ. അതെ, അത് അത്ഭുതമാണ്. ശിക്ഷയുടെ നടുവിലും ഒരു കരുണ. ആരും കായേനെ കൊല്ലാതിരിക്കാൻ ദൈവം അവനൊരു അടയാളം വെക്കുന്നു. അത് ലജ്ജയുടെ അടയാളമല്ല, സംരക്ഷണത്തിന്റെ അടയാളമാണ്. അതെ, ഏറ്റവും വലിയ പാപം ചെയ്തവനോട് പോലും ദൈവം കാണിക്കുന്ന ആ ഒരു കൃപ, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രതികാരമല്ല, ഒരുതരം സംരക്ഷണം നൽകുന്നു. ശരിയാണ്. പിന്നീട് കായൻ ദൈവസാന്നിധ്യം വിട്ട് നോദ് ദേശത്തേക്ക്, അതായത് അലച്ചിലിന്റെ ദേശത്തേക്ക് പോകുന്നു. അവന്റെ തലമുറ പട്ടണങ്ങളൊക്കെ പണിയുന്നുണ്ട്, കലകളും കൈത്തൊഴിലുകളുമൊക്കെ വളരുന്നുണ്ട്. പക്ഷേ ലാമക്കിനെ പോലെയുള്ളവരുടെ ആ പാപത്തിന്റെ ഒരു അഹങ്കാരവും അക്രമവും ഒക്കെ വർദ്ധിക്കുന്നതും കാണാം.
പാപം വ്യാപിക്കുകയാണ്. എന്നാൽ ഈ അധ്യായം ഒരു നിരാശയോടെയല്ല അവസാനിക്കുന്നത്. അതാണ് പ്രത്യാശ. ശരിയാണ്. ഹാബേലിന് പകരം ദൈവം ഷേത്തിന് നൽകുന്നു ഒരു പുതിയ തുടക്കം. അതെ, ഷേത്തിലൂടെ ഒരു പുതിയ വംശം. അവന്റെ മകനായ ഏനോഷിന്റെ കാലത്ത് മനുഷ്യർ യഹോവയുടെ നാമത്തിൽ ആരാധിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. ആ തകർച്ചയുടെയും അന്ധകാരത്തിന്റെ നടുവിലും ദൈവത്തെ തേടുന്നൊരു കൂട്ടം ആളുകൾ ഉയർന്നുവരുന്നു. എപ്പോഴും ഒരു പ്രത്യാശയ്ക്കിടമുണ്ട്. തീർച്ചയായും ഈ അധ്യായം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെയും കായന്റെ ഭാവങ്ങളെ, അതായത് അസൂയ, കോപം, താരതമ്യം ചെയ്യുന്ന സ്വഭാവം, അതൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ അതിനെ കീഴടക്കാൻ ശ്രമിക്കണം. പിന്നെ ഹാബേലിനെ പോലെ നമ്മുടെ ഏറ്റവും നല്ലത്, അത് സമയമാവാം, കഴിവാകാം, സമ്പത്താകാം, അത് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം. അതുപോലെ കായനോട് ദൈവം കാണിച്ച ആ കരുണ ഓർത്ത് മറ്റുള്ളവരോട്, ഒരു പക്ഷേ നമ്മളെ വേദനിപ്പിച്ചവരോട് പോലും ക്ഷമിക്കാനും കൃപ കാണിക്കാനും നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സഹോദരന്റെ കാവൽക്കാരായിരിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമേറ്റെടുക്കാം. അതെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചാലോ? തീർച്ചയായും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഉൽപ്പത്തി 4-ാം അധ്യായത്തിലൂടെ കായീന്റെയും ഹാബേലിന്റെയും ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച വലിയ സത്യങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അറിയാതെ കടന്നുകൂടുന്ന അസൂയ, കോപം, താരതമ്യ ചിന്തകൾ, ഇവയൊക്കെ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹാബേലിനെ പോലെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി, ഏറ്റവും നല്ലത് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. തിന്മ ഞങ്ങളുടെ വാതിൽക്കൽ പതുങ്ങിയിരിക്കുമ്പോൾ അങ്ങയുടെ ശക്തിയാൽ അതിനെ കീഴടക്കാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ വേദനകളിലും ആവശ്യങ്ങളിലും അവർക്ക് കാവലായിരിക്കാൻ, ഉത്തരവാദിത്തമുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് കായീന് നൽകിയതുപോലെയുള്ള കരുണയും ക്ഷമയും മറ്റുള്ളവരോട് കാണിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കണമേ. ക്ഷേത്രത്തിലൂടെ അങ്ങ് നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളിലും വീഴ്ചകളിലും പുതിയ തുടക്കങ്ങൾ നൽകി എല്ലായ്പ്പോഴും അങ്ങയുടെ വിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഈ ചിന്തകൾ നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസാനുഭവങ്ങൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ, സാക്ഷ്യങ്ങൾ ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptures@gmail.com. നിങ്ങൾ അയച്ചു തരുന്ന സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്നവ ഈ പരിപാടിയിലൂടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓർക്കുക, സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോ അടുത്ത ആഴ്ച ഉൽപ്പത്തിയിലെ മറ്റൊരു പ്രധാന ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ദൈവത്തിന്റെ സമാധാനവും അനുഗ്രഹവും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.